ഹലോ ഡിയർ സ്റ്റുഡൻസ്, നാറ്റമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ ഒരു പുതിയ മൊഡ്യൂൾ ആയിട്ടാണ്. പുതിയ മൊഡ്യൂൾ, അതായത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ അല്ലെങ്കിൽ പുതിയ മൊഡ്യൂൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ആണ്. ഈ രണ്ട് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിൽ ഒരു 4-5 ചാപ്റ്റർ വരുന്നുണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന നമ്മുടെ 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് എന്ന് പറയുന്ന വേർഡ് വന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഗ്രീക്കിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്ന ആംബർ എന്ന അർത്ഥം, ഇലക്ട്രോൺ എന്ന അർത്ഥം വരുന്ന ആംബർ എന്ന വേർഡിൽ നിന്നാണ് ഈ ഇലക്ട്രിക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആംബിയർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഈ ചാർജിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ചാർജ്, ഒരുപോലെയുള്ള ചാർജുകളാണെങ്കിൽ അവർ ലൈക്ക് ചാർജ് ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യുകയും ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ മെയിൻലി 2 കൈൻഡ് ഓഫ് ചാർജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പം പോസിറ്റീവ് എപ്പോഴും റിപ്പൾഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, എന്നാൽ നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത്. അതാണ് ചാർജസിന്റെ പ്രത്യേകത. പിന്നെ ചാർജസിന്റെ മെയിൻ ആയിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് ആണ്. ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും, ചാർജ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. എന്താണ്? ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും, ചാർജ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൂളോംസ് ലോ. കൂളോംസ് ലോ എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് 2 ചാർജുകൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ചാർജുകൾക്കിടയിൽ ഒരു സെപ്പറേറ്റ് ഡിസ്റ്റൻസിൽ, പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന 2 ചാർജുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് നമ്മുടെ കൂളോംസ് ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് ഫർ കൂളോംസ് ലോ, ആ ഇലക്ട്രിക് ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് F is equal to K into Q1 Q2 by R² ആയിരിക്കും. ഇവിടെ Q1 Q2 എന്ന് പറയുന്നതാണ് 2 ചാർജുകൾ. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് R എങ്കിൽ ആ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? F is equal to K into Q1 Q2 by R² ആയിരിക്കും. ഇവിടെ Kയുടെ വാല്യൂ വരുന്നത് 1/4πε0 ആണ് എവിടെ? വാക്വത്തിന്റെ കേസിൽ. എന്നാൽ 1/4πε ആണ് എവിടെ? ഒരു മീഡിയം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലാണ് നമ്മൾ ഈ ചാർജ് പ്ലേസ് ചെയ്തത് എങ്കിൽ അവിടെ കെയുടെ വാല്യൂ 1/4πε ആയിരിക്കും. അതല്ല ഒരു വാക്വത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്തതെങ്കിൽ അവിടെ കെയുടെ വാല്യൂ 1/4πε0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സിലോണും എക്സിലോൺ 0 എന്താണ്? എക്സിലോൺ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി. എക്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീഡിയം ആണോ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി, അതാണ് എക്സിലോൺ 0 അല്ലെങ്കിൽ എക്സിലോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? ഇസ് ഈക്വൽ ടു 1/4πε0 into Q1 Q2 by R² ആണ്. ഇൻ കേസ് ഓഫ് വാക്വം, മീഡിയം ആണെങ്കിൽ ഇവിടെ എക്സിലോൺ 0യുടെ പകരം എന്ത് വരും? എക്സിലോൺ വരും. ഓക്കെ, ഇനി ചാർജിന്റെ യൂണിറ്റ് എന്താണ്? സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? കൂളോം ആണ്. Therefore കൂളോം ആണ് ആ ഒരു ഇത് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ നമ്മൾ അതിന് ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കൂളോം ആണ് നമ്മുടെ ചാർജിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി വാക്വത്തിലുള്ള ഇലക്ട്രിക് ഫോഴ്സിനെയും അതുപോലെ തന്നെ മീഡിയത്തിലുള്ള ഇലക്ട്രിക് ഫോഴ്സിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F0/F is equal to എക്സിലോൺ 0 എന്നാണ് കിട്ടുന്നത്. കാരണം ബാക്കി എല്ലാ ടേംസും എന്താവും? ക്യാൻസൽ ആയി പോകും. ബാക്കി എല്ലാം ഈക്വൽ അല്ലേ? ആ വാല്യൂവിനെ നമ്മൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്, അതിന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ എക്സിലോൺ R എന്ന് പറയുന്ന ഒരു സിമ്പൽ വെച്ചിട്ടാണ്. എക്സിലോൺ ആറിന് എന്താ വിളിക്കുന്നത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അതിന്റെ വാല്യൂ എന്തായാലും 1നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇതിപ്പോ 2 ചാർജിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി 2ലധികം ചാർജുകൾ വരികയാണെങ്കിൽ അവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഓരോ ചാർജുകൾക്കിടയിലും ഡിഫറെന്റ് ആയിരിക്കും. അതായത് Q1 Q2 F12 എന്ന് പറയുന്നൊരു ഫോഴ്സ് ആണെങ്കിൽ Q2 Q3 ഇടയിൽ എന്തായിരിക്കും? F23 എന്ന് പറയുന്നൊരു ഫോഴ്സ് ആയിരിക്കും. Q3 Q4 F34 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആയിരിക്കും. ഇവരുടെയൊക്കെ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാം Q1 Q2 Q3 Q4 പോലെയുള്ള ഒരുപാട് ചാർജുകൾ ഉണ്ട്. അപ്പൊ അവർക്കിടയിൽ വരുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് 2 ചാർജിനിടയിൽ വരുന്ന ഫോഴ്സ് ആണ് F12. അതിന്റെ വാല്യൂ K into Q1 Q2 by R12² into R12 ആണ്. അതുപോലെ തന്നെ F13 എന്ന് പറയുന്നത് K into Q1 Q3 by R13² into R13 ആണ്. അതുപോലെ തന്നെ F14ന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്.
ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ടോട്ടൽ ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സിനെ സം ചെയ്തതായിരിക്കും. അതായത് ടോട്ടൽ എഫ് എന്ന് പറയുന്നത് F12 പ്ലസ് F13 പ്ലസ് F14 എക്സെട്രാ അപ് ടു Fn വരെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടിലധികം ചാർജസ് പ്രസന്റ് ആണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ ചാർജുകൾക്കിടയിലും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ സമ്മ് ചെയ്തതായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. It is defined as the electric force experienced by a positive test charge Q0 placed at that point divided by the magnitude of the test charge. ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ചാർജിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് E is equal to F divided by Q0 ആയിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം അല്ലെ. എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ E is equal to K into Q by R square into R cap എന്ന് കിട്ടും. ഇനി Q പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുകളെ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അവേ ഫ്രം ഇറ്റ്, അതായത് ചാർജിൽ നിന്ന് പുറത്തേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. എങ്ങനെ? ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ. എന്നാൽ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്, അതിനകത്തേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ പുറത്തേക്കും, നെഗറ്റീവ് ആണെങ്കിൽ അകത്തേക്കും ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി ഒരു ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്മോൾ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ആ ടോട്ടൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറഞ്ഞ രണ്ട് ചാർജുകളെ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡൈപോളിൽ ചെറിയ ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അവരുടെ ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജും സെപ്പറേഷൻ ബിറ്റ്വീൻ ദംനെ ആ ഒരു ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡൈപോൾ മൊമെന്റ്. അതായത് ചാർജ് ഇൻറ്റു അവർക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ P is equal to Q into 12 ആയിരിക്കും. ഇവിടെ 12 എന്ന് പറയുന്നത് എന്താണ്? അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. SI യൂണിറ്റ്, നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് വരുന്നത് കൂളോം മീറ്റർ ആണ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഈ ഡൈപോളിന്റെ കേസിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് കേസുകളാണ് ഉള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ്. അതിന്റെ ആക്സിയൽ പോയിന്റിൽ, അതായത് ഇതാണ് ഒരു ഡൈപോൾ എങ്കിൽ അതിന്റെ ഒരു ആക്സിയൽ പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2p divided by 4πε0 into r³ ആയിരിക്കും. 2p divided by 4πε0 into r³ ആണ്. ഇവിടെ r എന്ന് പറയുന്നത് അതിന്റെ ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള സെൻട്രലിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ r എന്ന് പറയുന്നത്. അതായത് രണ്ട് ചാർജുകൾ ഉണ്ട്, ആ ചാർജിന്റെ അതേ ആക്സിയൽ ലൈനിൽ P എന്ന പോയിന്റിലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇലക്ട്രിക് ഫീൽഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് 2p divided by 4πε0 into r³ ആണ്. ഇവിടെ r എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള സെൻട്രൽ പോയിന്റിലെ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ r എന്ന് പറയുന്നത്. ഇനി കേസ് 2 പറയുന്നത് the electric field due to a dipole at a point on the perpendicular bisector. അതായത് നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് ചാർജുകളാണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ഒരു പോയിന്റിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് E is equal to P divided by 4πε0 into r³ ആണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഒരു യൂണിഫോം ഫീൽഡിൽ ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ അവിടെ ഒരു എന്തുണ്ടാവേണ്ട ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ദ കപ്പിൾ ടെൻഡ്സ് ടു അലൈൻ ദ ഡൈപോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അവിടെ എന്താണ്, ആ ഒരു യൂണിഫോം ഫീൽഡ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു P into E ആണ്. P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്, E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the field lines, number of field lines passing through a unit area of plane
പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ദ ഡയറക്ഷൻ ഓഫ് എ ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ഇതിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ചാർജിന്റെ ആ ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ഫീൽഡിന്റെ സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവേ ഫ്രം ദ ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ വരുന്നത്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടുവാർഡ്സ് ദ ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എന്ത് വരുന്നത്? ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ മേജർ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്നായിരിക്കും. കാരണം പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കാണ് അവർ പോകുന്നത്. ആൻഡ് പോസിറ്റീവിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡിലേക്കായിരിക്കും. ആൻഡ് ഡയറക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലായിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. നെക്സ്റ്റ്, ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി ആൻഡ് ടെർമിനേറ്റ് റേഡിയലി നെഗറ്റീവ് ചാർജ്. ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനും എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജിലായിരിക്കും. ഇനി ഒരു ഡൈപോളിന്റെ കേസിൽ ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലും ആയിരിക്കും. ഇനി ഒരു at a tangent at any point on the field line give the direction of electric field at that point. ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ടാൻജന്റിന്റെ വാല്യൂ, ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഡയറക്ഷനെ ആയിരിക്കും കാണിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ മേജർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് മെയിൻലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗോസസ് ലോയിലൂടെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിച്ചത്. ആസ് പെർ ഗോസസ് ലോ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് the net electric flux through a closed Gaussian surface is equal to the total charge Q inside divided by epsilon 0. അതായത് ഒരു ഗോഷ്യൻ സർഫസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ എക്സിലോൺ സീറോക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ഗോസസ് ലോ പറയുന്നത്. Therefore, as per ഗോസസ് ലോ, ഇലക്ട്രിക് ഫ്ലക്സ് phi E is equal to Q by epsilon 0 ആയിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് E is equal to Q by 4 pi epsilon 0 into R square എന്ന് പറയുന്നത്. എന്നാൽ ഒരു ലൈൻ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് സിഗ്മ 1 ഡിവൈഡഡ് ബൈ 2 pi epsilon 0 into R. ഇവിടെ സിഗ്മ 1 എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ഇത്രയാണ് നമ്മുടെ 15th ചാപ്റ്ററിൽ വരുന്ന മേജർ ടോപ്പിക്കുകൾ. കുറേ ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ന്യൂമറിക്കൽസ് ആയിരിക്കും. Therefore, ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ അങ്ങനെ തന്നെ കറക്റ്റ് നോട്ട് ചെയ്യുക, അതിന്റെ യൂണിറ്റുകൾ നോട്ട് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. അപ്പൊ ആ പ്രോപ്പർട്ടീസ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കേസുകൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾസ് തന്നിട്ട് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ കൂളോംസ് ലോ എന്താണ്, ഗോസസ് ലോ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ 15ാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻസ് ഒക്കെ അതുപോലെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളും ഓരോ ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള രീതികളൊക്കെ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. Therefore, അത് ആവശ്യമുള്ളവർ ആരാണോ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, പുതിയൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.